എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 3-ാം തീയതി. ഇന്ന് OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്ന മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മൂവി പരിമള ആൻഡ് കോ. 10 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയാണ്. ചെന്നൈയിൽ താമസിക്കുന്ന സാധാരണ കുടുംബമാണ് പരിമളയുടേത്. ഇവരുടെ മകളെ നിരന്തരമായി ശല്യം ചെയ്യുന്ന ഒരു ലോക്കൽ ഗുണ്ടയെ അപ്രതീക്ഷിതമായി കൊല്ലാൻ കുടുംബം നിർബന്ധിതരാകുന്നു. ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ മൃതദേഹം പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മറവ് ചെയ്യാനും അവർ നടത്തുന്ന രസകരമായ ശ്രമങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള ആൻഡ് കോ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 10-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഇക്ക. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് P മൽഹോത്ര സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ലീഗൽ ത്രില്ലറാണ് ഇക്ക. 29 വർഷങ്ങൾക്ക് ശേഷം സണ്ണി ഡിയോളും അക്ഷയ് ഖന്നയും വീണ്ടും ഒന്നിക്കുന്ന എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവരെ കൂടാതെ ദിയ മിർസ, തിലോത്തമ ഷോം, സഞ്ജീത ഷെയ്ഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 10-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി അന്തർ ദ മാൻ. ഹരിശ്രീ അശോകൻ, ബാബു അന്നൂർ, അനുമോൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. അനാഥരും ട്രാൻസ്ജെൻഡറുകളും ദരിദ്രരും അടങ്ങുന്ന സമൂഹം മാറ്റി നിർത്തിയ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന കോളനിയിലാണ് കഥ നടക്കുന്നത്. ശിവകുമാർ കങ്കുൽ സംവിധാനം ചെയ്ത ഈ മൂവി ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ക്രൈം ഡ്രാമ ഫിലിമാണ് നാൻഡോ. 5 വർഷത്തെ അധോലോക ജീവിതത്തിന് ശേഷം സെർബിയയിൽ കഴിയുന്ന നാൻഡോയുടെ മകളെ കാണാതാവുകയും മകളെ കണ്ടെത്താൻ വേണ്ടി നാൻഡോ തന്റെ ക്രിമിനൽ ലോകത്തേക്ക് തിരികെ പോകേണ്ടി വരികയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 12 മുതൽ മലയാളം ഉൾപ്പെടെയുള്ള പാനദിൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അങ്ങനെ സോണി ലീവ് ബാൾട്ടിയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള, തമിഴ്നാട് അതിർത്തിയിലാണ് കഥ നടക്കുന്നത്. കബഡിക്കളിയും ഗുണ്ടാസംഘങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട കഥയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലീവ് ആണ്. ജൂലൈ മാസം 10-ാം തീയതി പാനദിൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തമിഴ് കോമഡി ഡ്രാമ ഫിലിമാണ് പിറന്നനാൾ വാഴ്ത്തുക്കൾ. രാജു ചന്ദ്ര സംവിധാനം ചെയ്ത് അപ്പുക്കുട്ടി, ഐശ്വര്യ, അനിൽകുമാർ, ശ്രീജ രവി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മൂവിയാണ് പിറന്നനാൾ വാഴ്ത്തുക്കൾ. മരണത്തെ ആഘോഷമാക്കുന്ന ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഹാസ്യത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകുന്നു. ഈ മൂവി ഇപ്പോൾ സിംപിൾ സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ നസ്ലിനെ കൂടാതെ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ട്രൂ ക്രൈം ഡോക്യുമെന്ററി സീരീസ് ആണ് മർഡർ 101. ടെന്നസിയിലെ ഒരു നഗരത്തിൽ നടക്കുന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സീരീസ്. 40-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ അവിടുത്തെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകനായ അലക്സ് ക്യാമ്പലും നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ഈ ട്രൂ ക്രൈം ഡ്രാമ സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ 13 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു മലയാളം മൂവിയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമാണ് കറക്കം. ഒരു ലോഡ്ജിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു അമേരിക്കൻ സർവൈവൽ ഹൊറർ അഡ്വഞ്ചർ ചിത്രമാണ് ദ ഡെവിൾ മൗത്ത്. തായ്ലാന്റിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന 5 സുഹൃത്തുക്കൾ അവിടെയുള്ള ദ ഡെവിൾസ് മൗത്ത് എന്ന് വിളിക്കുന്ന കടലിനടിയിലുള്ള ഒരു ഗുഹയിലേക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ നീന്തി പോവുകയും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തിടക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോവുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 29 മുതൽ പാനദിൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഡയറക്റ്റ് OTTയിൽ റിലീസ് ചെയ്യുന്ന ഒരു തെലുങ്ക് മൂവിയാണ് ഹാങ്മാൻ. ബ്രഹ്മാജി റാവു, വിഹാൻ, കമ്രാൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു ക്രൈം, മിസ്റ്ററി, സസ്പെൻസ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഹാങ്മാൻ. വിഹാനാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. സൺനെക്സ്റ്റിലൂടെ പാനദിൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.